ഗായ്സ്, ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. അപ്പോൾ നേരത്തെ എണീറ്റു കേട്ടോ. അങ്ങനെ കണ്ണനെ വിളക്കൊക്കെ കത്തിച്ചു. എൻ്റെ മോളാണ് കേട്ടോ വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ അവൾക്ക് അറിയില്ല. അപ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. അങ്ങനെ ഞാൻ വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞു. മോന് വരണില്ല. അപ്പോൾ ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ബസ്സിനാണ് ഞങ്ങൾ പോണത്. ബസ് നേരിട്ട് ഗുരുവായൂരിലേക്കാണ്. ബസ്സിലെ മിക്ക ആൾക്കാരും ഗുരുവായൂരിലേക്കുള്ളതായിരിക്കും കേട്ടോ. സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിലെത്തി. മോൾക്ക് മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് മേടിച്ചു കൊടുത്തു. പിന്നെ കണ്ണന് ഞാൻ കദളിപ്പഴം എല്ലാ പ്രാവശ്യം പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ കദളിപ്പഴം മേടിച്ചു. അങ്ങനെ ഗുരുവായൂരിലെത്തിയപ്പോൾ നല്ല തിരക്ക്. എന്തായാലും ഏകാദശിയുടെ അന്ന് തിരക്കാണെന്ന് അറിയാം. എന്നാൽ പോലും കണ്ണനെ കാണാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോയി. അവിടെ ക്യൂ കിടക്കുന്നത് റോഡിൻ്റെ അരികിലാണ്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഒരു ചേച്ചി ചോദിച്ചു, എന്തേ മോളെ ഇവിടെ നിൽക്കണേ ചോദിച്ചു. അപ്പം ഉള്ളിൽ എന്തായാലും കയറാൻ കഴിയില്ലല്ലോ. അപ്പോൾ മോളുണ്ടോ, എൻ്റെ ഏട്ടൻ്റെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് നമുക്ക് കയറാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ഉള്ളിൽ, അതും ശ്രീവേലിയുടെ ടൈമായിരുന്നു. ആ ടൈമിലൊക്കെ ഒന്നിങ്ങനെ പറയാ വെച്ചാൽ ഭയങ്കര ഇതായിട്ടോ. അങ്ങനെ ആ ചേച്ചിയുടെ ഏട്ടൻ്റെ കാരണമാണ് ഞാൻ ഇന്ന് ശ്രീവേലിയുടെ സമയത്ത് നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. അതെനിക്ക് വളരെ സന്തോഷമായി. കാരണം ഇന്നൊക്കെ അങ്ങോട്ട് കയറുക എന്ന് പറയുമ്പോൾ ഭയങ്കര പുണ്യമായൊരു കാര്യമാണ്. ഈ ഏട്ടനെ ബാഗ് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉള്ളിലേക്ക് കയറിയത്. ചേച്ചിനെ പിന്നെ ഞാൻ കണ്ടതേ ഇല്ല. അങ്ങനെ ഞാൻ കിഴക്കേ നടയിലേക്ക് വന്നു കേട്ടോ. പന്തളത്തിൽ നിന്നും വന്നിട്ടുള്ള രാജമ്മ, ഷീല എന്നിവർ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള വേണു ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ കിഴക്കേ നടയിലുള്ള ഇൻഫർമേഷൻ സെന്റർ ഇതിൻ്റെ അകത്തേക്ക് പോകാനുള്ള ക്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഒരു ചെറിയ ഉണ്ണിക്കണ്ണനെ ഞാൻ മേടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.